show you now that it's more than just a feeling. I was born for this. Baby, I was born for this. Never met a match I couldn't handle. No one else could ever hold a candle. Get ready for a battle, 'cause you know that I was born for this. I was born for this. Baby, I was born for this. I was born for this. Never met a match I couldn't handle. No one else could ever hold a candle. Get ready for a battle, 'cause you know I was born. I tell you, I was born for this. Ain't nothing gonna stop me now. Now when I fall through the endless life, this day we laugh and cry, changing our ways with a broken mind forever. All of these questions left behind, swept away by the ocean tide, changing our ways with a broken mind forever. Summertime, I will find love that's one of a kind, to hold beside and fall behind. Wintertime, I will find more than what's on my mind, to run and hide far from the sight. Through this forever, we stay together through hopeless times, with all the color more like a treasure. We're hopeless minds. Wintertime, I will find more than what's on my mind. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശു പറ. ഇപ്പോഴെന്തു ചെയ്യേണ്ടു നിനക്കേശു പറ. അന്ത്യം വരെയുമെന്നെ കാവൽ ചെയ്തിടുവാൻ അന്തികയുള്ള മഹൽ ശക്തി നീയേ. നാഥാ, അന്തികയുള്ള മഹൽ ശക്തി കുറ്റം കൂടാതെ എന്നെ തേജസ്സിൻ മുൻപാകെ നിർത്താൻ കഴിവുള്ളവനെ, എന്നെ മുറ്റും നിർത്താൻ കഴിവുള്ള പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ കൃപയാൽ ആകാശവും ഭൂമിയും കൊണ്ട് മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവതമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉന്നതങ്ങളിൽ സ്തുതി.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടാവേ നിനക്ക് സ്തുതി. 128 സങ്കീർത്തനം. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സീയോനിൽ നിന്നും നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെ നീ യെരൂശലേമിൻ്റെ നന്മ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിൽ സമാധാനം ഉണ്ടാകട്ടെ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരും. സ്നേഹനിധിയായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പരമപിതാവേ, അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെല്ലാം അവിടുന്ന് ചേർത്ത് നിർത്തുന്ന അവിടുത്തെ കരുണകൾക്കായി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് സന്തോഷത്തോടെ നിൻ്റെ തിരുസന്നിധിയിലായിത്തീരുവാൻ, പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഇന്ന് വിവാഹ കുദാശയ്ക്കായി ഒരുങ്ങുന്നതായ ജോജോയും അനുവിന് വേണ്ടിയും കർത്താവിൻ തിരുസന്നിധിയിൽ മധ്യസ്ഥത അണയ്ക്കുവാൻ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് നൽകിയതായ എല്ലാ ദൈവിക അനുഭവങ്ങൾക്കായി സ്തുതിക്കുന്നു. ആദ്യത്തെ വിവാഹം അങ്ങ് ഏതിരിൽ നടത്തിയതുപോലെ കർത്താവെ, ഇന്ന് നിൻ്റെ മക്കളുടെ വിവാഹം ദേവാലയത്തിൽ വെച്ച് നടത്തുമ്പോൾ തമ്പുരാനെ അവിടുത്തെ ആശീർവാദവും കാവലും നിൻ്റെ മക്കളുടെ ജീവിതങ്ങളിൽ നേരിടുന്ന ഉണ്ടായിരിക്കണമേ. വ്യത്യസ്തമായ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും വ്യത്യസ്തമായ സഭാവിശ്വാസത്തിൽ നിന്നും 2 കുടുംബങ്ങൾ 2 കുഞ്ഞുങ്ങൾ ചേർന്ന് വരുന്നതായ നല്ല അനുഭവങ്ങളിൽ തമ്പുരാനെ നിന്നെ സ്തുതിച്ചുകൊണ്ട് എന്നും നല്ല തീരുമാനങ്ങളോടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ തക്കവണ്ണം നിൻ്റെ മക്കളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് ജോജോയെ ഈ ഭൂമിയിൽ ജനിക്കുവാൻ തക്കവണ്ണം നീ ഇവിടുന്ന് സഹായിച്ചു. ജനനം മുതൽ ഈ സമയം വരെയും നിൻ്റെ സാന്നിധ്യം കൂടെ ഇരുന്നു. നിൻ്റെ മകൻ്റെ പഠനത്തിൽ കൂടെ ഇരുന്നു. ജോലി കാര്യങ്ങൾ കൂടെ ഇരുന്നു. ജീവിതത്തിലെ പ്രത്യേകമായ ഒരു തീരുമാനങ്ങളുടേതായ അനുഭവങ്ങൾ ഇപ്പോൾ ആയിരിക്കുമ്പോൾ തമ്പുരാനെ നീ കൂടെ ഇരുന്ന് സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ കർത്താവെ നീ എന്നും കൂടെ ഇരുന്ന് ഞങ്ങളെ ഓരോ നിമിഷവും ആശ്വസിപ്പിക്കുന്ന, ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല ആലോചനകൾ നൽകുന്നതായ ദൈവമാകിയാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ജോയിച്ചാനെ, ലീലാമാമെ, പ്രത്യേകിച്ച് ജോബിയെ, കൂട്ടായി കൊടുത്തിരിക്കുന്ന ദാസനെ, കുഞ്ഞുങ്ങളെയൊക്കെ തിരുസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ മുൻപാകെ തലകളെ ഉണക്കിയിരിക്കുന്നതായ എല്ലാ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും എല്ലാം തിരുസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾ നിൻ്റെ മക്കളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിവാഹത്തിനായി ദേവാലയത്തിലേക്ക് കടന്നു വരുവാൻ ഒരുങ്ങുന്നതായ അനുവിനെയും കുടുംബാംഗങ്ങളെയും തിരുസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മക്കളുടെ വഴിയാത്രയിൽ അവിടുന്ന് കൂടെ ഇരിക്കണമേ. കർത്താവ് ഏറ്റവും സന്തോഷത്തോടെ ആ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ, ദൈവം എൻ്റെ ജീവിതത്തിൽ നല്ലത് നൽകി എന്ന് പറയുവാൻ തക്കവണ്ണം, മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷീകരിക്കുവാൻ തക്കവണ്ണം നിൻ്റെ മകനെ നീ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷയിൽ ആദ്യോടന്തം അവിടുത്തെ അനുഗ്രഹങ്ങളും കാവലും അവിടുന്ന് ലഭിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥനകളെ തമ്പുരാൻ കേൾക്കൊണ്ട് ഞങ്ങൾ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, ദയതോ നീ കേൾക്കുമാറാകണമേ. We have always known that a day like this one would come, when our children would leave us and begin to build a home of their own.
trust you when we don't see you quickly meeting their needs. For you have provided since the day you gave our children to us. Who can say where the road goes, where the day flows? Only time. And who can say if your love grows as your heart shows? Only time. Who can say why your heart sighs as your love flies? Only time. And who can say why your heart cries when your love lies? Only Who can say when the roads meet that love might be in your heart? And who can say when the day sleeps if the night keeps all your heart? Night keeps all your heart. Who can say if your love grows as your heart shows? Only time. And who can say where the road goes? ബലിവനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളെ ഏവരെയും മഞ്ഞക്കാല ട്രിനിറ്റി മർത്തോമ ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുവാൻ അതിയായി സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ജോജോ ജോയിയും അതോടൊപ്പം തന്നെ അനു ജെയിംസും ചേർന്ന് വിവാഹ കുടുംബ ജീവിതത്തിൻ്റെതായ ഉടമ്പടിയിൽ തമ്പുരാൻ്റെ മുൻപാകെ ഇപ്പോൾ നിൽക്കുമ്പോൾ ഞങ്ങളുടെ ഇടവക സന്തോഷിക്കുന്ന രണ്ട് കുടുംബങ്ങൾ സന്തോഷിക്കുന്നതായ നല്ല അനുഭവങ്ങളാണ്. പ്രത്യേകിച്ച് നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷയുടെ എല്ലാ മധ്യത്തിൽ നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടെ ആയിത്തീരണം എന്ന് ഏറ്റവും സ്നേഹത്തോടെ ഓർമ്മിക്കട്ടെ. Never
പിതാവേ നീ സാന്നിധ്യം വേണമേ സന്തതേ പിതാവേ നീ സാന്നിധ്യം വേണമേ സന്തതേ ആദാമിൻ ഹവ്വപോലെ ഈ കാവ്യാകട്ടെ ആദാമിൻ ഹവ്വപോലെ ഈ കാവ്യാകട്ടെ ഭൂമി തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു കർത്താവേ നിന്നോട് ഞങ്ങൾ അഴിവില്ലാത്ത സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്നിൽ നിങ്ങൾ സന്തോഷങ്ങളെ ആരംഭവും ഞങ്ങളുടെ ആനന്ദത്തിന്റെ പരിപൂർത്തിയും ഞങ്ങൾക്കുണ്ടാകുമാറാകണമേ. നിന്നിൽ ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും സന്തോഷിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ സങ്കടങ്ങൾ മാഞ്ഞു പോവുകയും നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ നന്മകൾ വർദ്ധിക്കുകയും ഞങ്ങളുടെ വാഴ്വുകൾ സമൃദ്ധിയായി തീരുകയും ഞങ്ങളുടെ മണവാളന്മാർ പൂർണ്ണതപ്പെടുകയും ഞങ്ങളുടെ മണവാട്ടികൾ പരിപൂർണപ്പെടുകയും ചെയ്യുമാറാകണമേ. നിന്നോടുകൂടെയും ആദ്യം മുതൽ നിന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകല പരിശുദ്ധന്മാരുടെ കൂടെയും മാഞ്ഞു പോകാത്ത ഭാഗ്യങ്ങളിലും നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടങ്ങളിലും നിന്റെ വാത്സല്യ സംഘങ്ങളിലും ഞങ്ങൾ സന്തോഷിക്കുമാറാകണമേ. പിതാമ്പത്തിനും പരിശുദ്ധമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ കരേറ്റും. ഭൂവാസികളെയും സന്തോഷിപ്പിച്ച കരുണാകരനാം മശിഹായേ സേവകരായി രക്ഷകവരം കൈ വിശുദ്ധ
കർത്താവേ, സ്വർഗത്തെയും ഭൂമിയും ഉയരത്തെയും വാഴ്ത്തെയും സമാധാനപ്പെടുത്തിയ ആ നിന്റെ സമാധാനം ഇപ്പോൾ അന്യോന്യം ചേർന്ന് വന്നിരിക്കുന്ന ഞങ്ങളുടെ ഈ സഹോദര സഹോദരികളെ സംയോജിപ്പിക്കണമേ. പിതാപുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഇവർ തങ്ങളുടെ ആയുഷ്കാലമൊക്കെയും അന്യോന്യം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം തമ്മിൽ കൈക്കൊള്ളുകയും ചെയ്യേണ്ടതിന് ഇവർക്ക് പൂർണ്ണ ഐക്യം ഉണ്ടായിരിക്കുമാറാകണമേ. ഹോശോ ഉപകൂല സുബാലുവൽ സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത മഹിമേലായിപ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതരായി തീരണമേ. ജാതികളുടെ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുക്കുകയും നിഷ്കളങ്കമായ തന്നെ തിരു രക്തത്താൽ സകല മാലിന്യങ്ങളിൽ നിന്നും പിഴകളിൽ നിന്നും അതിനെ വെടിപ്പാക്കുകയും ഭൗമസഭയെ നിശ്ചയിക്കുകയും താനതിന് നിശ്ചയിക്കപ്പെട്ടവനായി തീരുകയും പിശാചുക്കൾ അടിമയിൽ നിന്നതിനെ വീണ്ടെടുക്കുകയും സകല കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അതിനെ സാന്ത്വനപ്പെടുത്തുകയും ചെയ്ത സ്വർഗീയ മണവാളനായിരിക്കുന്ന മിശിഹാ തമ്പുരാന് തന്റെ അടിയാരുടെ മോതിരം വാഴ്വിന്റെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. മനുഷ്യരുടെ സകലവിധ അറിവുകൾക്കും മേലായി മഹോന്നതപ്പെട്ടിരിക്കുന്നവനും നന്മകളിൽ സർവദാ സമൃദ്ധിയുള്ളവനും സകല തിന്മകളിൽ നിന്ന് അകന്നിരിക്കുന്നവനും ദൈവികമായ അനുഗ്രഹങ്ങളുടെ ഉറവും നന്മകളുടെ നദിയുമായ ദൈവമായ കർത്താവേ, നാശമില്ലാത്തതും സകല കഷ്ടതകളിൽ നിന്നും മരണത്തിൽ നിന്ന് നിത്യമായി ഒഴിഞ്ഞിരിക്കുന്നതുമായ വെടുപ്പുള്ള മോറോൻ നീയാകുന്നു. മോതിരത്താൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സന്തോഷങ്ങൾ തികവായി പൂർണ്ണതപ്പെടുവാനും വിവാഹം നിശ്ചയം ചെയ്തിട്ടുള്ളവരുടെ ആനന്ദം മോതിരത്താൽ പരിപൂർണമായി നിറവേറ്റുവാനും നിയമിച്ചു നീയാകുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ബലഹീനരായ ദാസരായ ഞങ്ങളുടെ സന്തോഷങ്ങളുടെ വാഴ്ന്നു നിൽക്കുന്ന ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമേ. ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമെന്നും ശാപമായതിനെ കാരുണ്യപൂർവ്വം അവയാൽ അനുഗ്രഹിക്കമായി തീർക്കണമെന്നും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ച പ്രകാരം നിന്റെ ദൈവികമായ അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനാകുന്ന മണവാളനെയും ഞങ്ങളുടെ പുത്രിയാകുന്ന മണവാട്ടിയെയും ജ്ഞാനത്തിൽ തികഞ്ഞവരും പൂർണ്ണതയുള്ളവരുമാക്കി തീർക്കണമേ. കർത്താവേ, കൃപ ചെയ്ത് ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും വെറുപ്പുകൾ നിന്നും അകന്നിരിക്കുന്നതായിരിക്കണമേ. ദൈവമായ കർത്താവേ, ലോകത്തിലും വരുവാനിക്കുന്നതുമായ ലോകത്തിലും അഴിവില്ലാത്തവണ്ണം ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. ഒഴിഞ്ഞു പോകുന്ന മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവൻ വിവിധ പ്രാകാരങ്ങൾ ഇവരെ നീ അലങ്കരിക്കണമേ. ഈറന്മാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിക്കുന്നിടമായ നിന്റെ സ്വർഗീയ മണവറയ്ക്ക് ആനന്ദപൂർവ്വം ഇവരെ നീ അടുപ്പിക്കണമേ. കർത്താവേ, നിന്റെ വിരുസനിൽ നിൽക്കുന്നതായ ഈ കൂട്ടത്തെ പാപത്തിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും പിഴകളിൽ നിന്നും സ്നേഹപൂർവ്വം നീ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. നിന്നാൽ ഇവർ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ ഇവർ വാഴ്ത്തുകയും തിരുസനിൽ മതിവരാതെ ഇവർ നിന്ന് പിതാവിനെയും വിശുദ്ധരുമായും ഇടപെടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ ബഹുഗുണ സുബാ കന്യാവ്രതവും വെടുപ്പമുള്ള ദേഹികളെ തനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കുന്ന സത്യമണവാളനായുള്ളവേ, അന്യോന്യ വിവാഹനിശ്ചയം ചെയ്യുകയും നിന്റെ ശ്രേഷ്ഠതയുടെ സന്നിധി നിൽക്കുന്ന ബലഹീന രാജ്യങ്ങൾ മുഖാന്തരം അവരുടെ മണവാളത്വത്തിന്റെ മധ്യസ്ഥന് നിന്നെ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ നിന്റെ അടിയാരിൽ നിന്ന് ശ്രേഷ്ഠ നടപടികളാവുന്ന മാധുര്യവും ഇമ്പമുള്ള പരിമളം വീശുവാൻ ഇവരെ യോഗ്യതയുള്ളവരാക്കണമേ. സത്യസ്നേഹവും നിരപ്പും സമാധാനവും ഭിന്നിച്ചു പോകാത്ത ഐക്യമത്യവും ഇവർക്ക് തമ്മിലുണ്ടായിരിക്കുമാറാകണമേ. ആത്മാവിലെ ശരീരത്തിലും അന്യോന്യ നിർമ്മലതയെ കാത്തുകൊള്ളുവാൻ ഇവരെ നീ ശക്തിപ്പെടുത്തണമേ. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതിയും സ്തോത്രവും ഇവർ കരയേറ്റുമാറാകണമേ. ഹോശോ ബഹുഗോല സുബാലുവൽ തന്റെ കൃപയിലും ബഹുലമായ അനുഗ്രഹങ്ങളിലും ഈ മോതിരങ്ങളെ വാഴ്ത്തുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സഭയിൽ മക്കളുടെ സന്തോഷങ്ങൾ പരിപൂർണമായി തീരുവാനായിട്ട് പിതാവിന്റെയും പുത്രന്റെയും ജീവന വിശുദ്ധിയുള്ള റൂഹായുടെ തിരുനാമത്തിൽ ഈ മോതിരങ്ങൾ വാഴ്ത്തപ്പെടുന്നു.
യേശുമിശിഹായുടെ വലങ്കൈക്കാരന്റെ പൂർവ്വം നിന്റെ അടുക്കലേക്ക് നീട്ടപ്പെടട്ടെ. നിശ്ചിത ലക്ഷ്യമായി മോതിരത്തോടുകൂടെ കൃപയും തന്റെ കരുണയുടെ വാഴും തന്നിൽ നിന്ന് നീ പ്രാപിക്കുമാറാകാം. നന്മകളും വാഴുകളും നിറഞ്ഞിരിക്കുന്ന ഈ വലങ്കൈ തന്നെ നിന്റെ ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വാഴുകൾ നിറഞ്ഞിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലങ്കൈ രഹസ്യമായി നിന്റെ അടുക്കലേക്ക് നീട്ടപ്പെടട്ടെ. വിശുദ്ധ സ്ലീഹന്മാർ കൈകളിൽ നിന്ന പോലെ ബഹുമാനമുള്ള പട്ടക്കാരന്റെ കയ്യിൽ നിന്നും നിന്റെ നിശ്ചിത ലക്ഷ്യമായി മോതിരത്തെ നീ സ്വീകരിക്കുക. ആത്മാവിന്റെയും ശരീരത്തിന്റെയും സ്വസ്ഥതയാലും ഹൃദയ സന്തോഷത്താലും തനിക്ക് നിന്റെ പിതാവിന് നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും നീ കരയേറ്റുകയും ചെയ്യണം. തന്റെ മശിഹാ മൂലം പരിശുദ്ധ സഭയുടെ സന്തോഷങ്ങൾ പൂർത്തിയാക്കിയ ദൈവമായ കർത്താവ് അന്യോന്യ വിവാഹ നിശ്ചയം ചെയ്തിട്ടുള്ള ഈ നമ്മുടെ മക്കളെ സത്യം കൊണ്ടും നീതി കൊണ്ടും പൂർണ്ണമാക്കട്ടെ. ഇവർ സ്വീകരിച്ചിരിക്കുന്ന ഈ മോചനങ്ങളോടുകൂടെ സ്വർഗീയ വാഴ്വുകൾ താൻ ഇവർക്ക് നൽകട്ടെ. അടക്കമൊതുക്കം കൊണ്ട് ഇവരെ താൻ അലങ്കരിക്കട്ടെ. ഇസ്ഹാക്കിന്റെയും റിബീക്കായുടെ വിവാഹ നിശ്ചയം പൊന്നാഭരണങ്ങളാൽ പൂർണ്ണമാക്കിയ പ്രകാരം നീതിയുടെ മോതിരങ്ങളാൽ താൻ ഇവരെ പൂർണ്ണമാക്കട്ടെ. തന്റെ രക്ഷ കൊണ്ട് മണവാളനെ താൻ സന്തോഷിപ്പിക്കട്ടെ. പഴക്കവും നാശവും വരാത്ത ആഗ്രഹിക്കത്തക്ക അലങ്കാരങ്ങളാൽ ഈ മണവാട്ടി താൻ അലങ്കരിക്കട്ടെ. ഇമ്പകരമായ ശുശാന പുഷ്പങ്ങളെക്കാൾ വിശേഷവാസന നൽകുന്ന പരിഭാഗതയിൽ കൂടി ഇവരുടെ മനസാക്ഷി മുഴുവനെയും കടത്തിക്കൊണ്ടുപോകുവാൻ ദൈവം ഇവർക്ക് സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ ദ്വേഷിക്കുന്ന ദുഷ്ടന്മാരും അസൂയക്കാരുമായ മനുഷ്യരിൽ നിന്നും ദൈവം ഇവരെ രക്ഷിക്കട്ടെ. വിവാഹത്തിന്റെ നിർമ്മലാവസ്ഥയെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്നും ഇവരെ താൻ വിടുവിക്കട്ടെ. കർത്താവ് തന്റെ അടുക്കൽ നിന്ന് നന്മയുള്ള കാലങ്ങളും അനുഗ്രഹകരമായ ആണ്ടുകളും ഇവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ ശ്രേഷ്ഠതയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമാകുന്ന നിന്റെ അടിയാരായ ഞങ്ങളുടെ അപേക്ഷകൾ കേട്ട് വാഴ്വുകളുടെ മക്കളെയും സന്തോഷമുള്ള കാലങ്ങളെയും ഇവർക്ക് നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പത്ത് ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തണമേ. അതിലിവർ നിലനിൽക്കുന്നവരും തങ്ങളുടെ മക്കൾക്ക് അതിനെ അവകാശമാക്കി കൊടുക്കുന്നവരും ആയിരിക്കാൻ ഇവർക്ക് കൃപ നൽകണമേ. ഈ കല്യാണ വിരുന്നിന് ഒരുങ്ങി വന്നിട്ടുള്ളവരുടെ മേലും നിന്റെ നന്മകളും വാഴ്വുകളും വർദ്ധിപ്പിക്കണമേ. ജയം നൽകുന്ന നിന്റെ സ്ലീബായാൽ ഈ മണവാളനെയും മണവാട്ടിയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഞങ്ങളെല്ലാവരുടെ മേൽ നിന്റെ അനുഗ്രഹങ്ങൾ വർഷിപ്പിക്കുകയും ചെയ്യണമേ. മർമ്മം കാണിച്ചു ലോകാന്ത്യം വരെ നിന്നോടെന്നും രാജസുതൻ എനിക്കായി നൽകി സർവമെനിക്കായി തന്നിടുന്നു. കഷ്ടം വഞ്ചകനാം ദുഷ്ടനു രക്ഷകനാമീശോയേ സ്തോത്രം. ആയുധമെന്നെ ചാർത്തിപ്പ മാംസം രക്തം മോദീരമാ മണവാട്ടി പകലോടു തുല്യം പരിമള വൃക്ഷത്തോടങ്ങവേ ദൈവത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നതായ സാക്ഷ്യത്തിൽ ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ കർത്താവ് നിങ്ങളുടെ പ്രയത്നങ്ങളെ കൂലി 1 30 160 100 നിങ്ങൾക്ക് നൽകട്ടെ.
എല്ലായ്പ്പോഴും നന്മകൾ നിങ്ങൾക്ക് താൻ നൽകട്ടെ. കർത്താവിന്റെ സ്ലീപ്പ നിങ്ങളുടെ രാപകൾ നിങ്ങളോട് കൂടെ ഇരുന്ന് തിന്മപ്പെട്ടവരിൽ നിന്നും അവന്റെ സൈനികളിൽ നിന്നെല്ലാം ഇപ്പോഴും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ജോജോ, അതോടൊപ്പം തന്നെ അനു, നിങ്ങളെ ഈ ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യാൻ അതിയായ സന്തോഷം. പ്രത്യേകിച്ച് ഞാൻ ഈ ദേവാലയത്തിൽ വന്നിട്ടിപ്പോൾ 2.5 വർഷം കഴിഞ്ഞ് 3ാമത്തെ വർഷത്തിലായിരിക്കും. 3 വർഷക്കാലം ഈ ദേവാലയത്തിൽ വിവാഹം നടത്തുവാൻ എനിക്ക് സാധ്യമായി തീർന്നില്ല. എന്നാൽ ജോജോയും അനുവാണ് അതിനുള്ളൊരു അവസരം എനിക്ക് ഒരുക്കുന്നത്. പ്രത്യേകിച്ച് ഒത്തിരി സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ആദ്യത്തെ വിവാഹം എന്നൊക്കെ പറയുമ്പോൾ വലിയ സന്തോഷമാണ്. ഈ ദേവാലയത്തിലെ ആദ്യത്തെ വിവാഹമാണ് 3 വർഷത്തിനുള്ളിൽ. പ്രത്യേകിച്ച് നിങ്ങൾ അതിൽ ഭാഗ്യവാന്മാരാണ്. തിരുവചനം നമ്മളോട് പറയുന്നതായ ചില കാര്യമുണ്ട്. തക്കതായ തുണ, അല്ലേ? ദ ബെസ്റ്റ് പാർട്ട്ണർ എന്നാണ് പറയുന്നത്. ബെസ്റ്റ് പാർട്ട്ണർ എന്ന് പറയുമ്പോൾ തന്നെ ദ ബെസ്റ്റ് എന്നാണ് പറയുന്നത്. നമുക്കെല്ലാം ലഭിക്കുന്ന ദൈവം ദാനമായി നൽകുന്നത് ബെസ്റ്റ് പാർട്ട്ണറാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെയൊക്കെ കുഴപ്പമെന്ന് പറയുന്നത് നമ്മുടെ കൂടെ നല്ല ബെസ്റ്റ് പാർട്ട്നേഴ്സ് ഉള്ളപ്പോഴും നമ്മൾ മറ്റുള്ള കുടുംബങ്ങളെ നോക്കിയിട്ട് പറയും അവരാണ് നല്ല ബെസ്റ്റ് പാർട്ട്നേഴ്സ്. അതൊന്നുമല്ല. നിങ്ങളെ ദൈവം കൂട്ടിച്ചേർത്ത് നിങ്ങളെ ആക്കി വെച്ചിരിക്കുമ്പോൾ നിങ്ങളാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു വലിയ ബെസ്റ്റായിട്ടുള്ള ഒരു പാർട്ട്നേഴ്സ് എന്നുള്ളത് പൂർണ്ണമായ ബോധ്യമുണ്ട്. വിവാഹത്തോടെ നമ്മൾ ചിന്തിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. മാതാവിനെയും പിതാവിനെയും വിട്ട് ഭാര്യ അല്ലെങ്കിൽ ആ മകൾ അല്ലെങ്കിൽ മകൻ ഭാര്യയോട് പറ്റി ചേരും എന്ന് പറയുന്നതായ ഭാഗം. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം. ദൈവം, പേരൻസ്, വിശ്വാസ സമൂഹം എന്ന് പറയുന്ന ജീവിതത്തിൻ്റെ വലിയ ഭാഗമാണ്. നിങ്ങൾ നോക്കിയാൽ, ഞാൻ ആദ്യം പ്രാരംഭത്തിൽ പറഞ്ഞു, നിങ്ങളുടെ മാതാപിതാക്കൾ വിവാഹം കഴിച്ചതിന് ശേഷം അവർക്ക് ആദ്യമായി ഒരു പൈതലിനെ ഉദരത്തിൽ ലഭിച്ചപ്പോൾ നിങ്ങളുടെ അമ്മമാർ വീണെങ്കിൽ പോലും ആ വയറ്റിൽ കൈ പിടിച്ചുകൊണ്ടാണ് വീഴുന്നത്. കാരണം എൻ്റെ കുഞ്ഞിന് ഒന്നും സംഭവിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വീഴുന്നത്. നിങ്ങളുടെ മാതാവ് അങ്ങനെ നിങ്ങളെ കാത്തു സൂക്ഷിച്ച് വളർത്തി പഠിപ്പിച്ച് ജോലിയൊക്കെ നൽകി ഇവിടെ ദേവാലയത്തിലാക്കിയിരിക്കുമ്പോൾ നിങ്ങൾ ഭാര്യയോട് പറ്റിച്ചേരും, ഭർത്താവിനോട് പറ്റിച്ചേരും എന്ന് നമ്മൾ പറയുമ്പോൾ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി മാറ്റി നിർത്താനല്ല, പിന്നെയോ നിങ്ങളെ കാത്തു പരിപാലിച്ചതായ മാതാപിതാക്കൾ എന്നും ജീവിതത്തിൻ്റെ ഒരു ഭാഗത്ത് നിർത്തണം. വല്ലപ്പോഴും ഒക്കെ ചെവിയിൽ നിങ്ങളുടേതായ പ്രൈവറ്റ് സ്പേസിലൊക്കെ പറയണം, ഭാര്യയോട് പറയണം, എൻ്റെ അമ്മ ഉണ്ടാക്കി തന്ന ആഹാരത്തെക്കാട്ടാൽ എത്ര രുചികരമായ ആഹാരമാണ് നീ എനിക്ക് ഉണ്ടാക്കി തന്നെ എന്ന് പറയാം. അമ്മയുള്ളപ്പോൾ പറയരുത്, അമ്മയില്ലാത്തപ്പോൾ പറയണം എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും മോട്ടിവേറ്റ് ചെയ്യണം പരസ്പരം. എൻ്റെ കൂടെ ഉള്ളതായ എൻ്റെ പങ്കാളി ബെസ്റ്റ് പാർട്ണറാണ്, ദൈവം തന്നതായ നല്ലൊരു ചോയ്സാണ് എന്നൊക്കെ പറയുമ്പോഴാണ് ദൈവനാമം ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുന്നത് എന്നുള്ളത് ഓർമ്മപ്പെടുത്തണം. ഇടയ്ക്ക് ഭാര്യയോട് പറയണം, നീ എത്ര മിടുക്കിയാണ്, എത്ര സാമർഥ്യമുള്ളവളാണ് എന്നൊക്കെ പറയുമ്പോൾ പറയത്തില്ലേ, കൂടുതലായി നല്ല കാര്യങ്ങളെ ചെയ്യുവാൻ ഇടയായി തീരും എന്നുള്ളത് ഓർമ്മപ്പെടുത്തുക. നിങ്ങൾ പറയത്തില്ലേ, ദൈവത്തിൻ്റെ മുൻപാകെ ഇന്ന് സഭയുടെ മുൻപാകെ വിശ്വാസ സമൂഹത്തിന് മുൻപാകെ ഒരു വലിയ പ്രതിജ്ഞ എടുക്കുക. നിങ്ങൾ ഇനി മുതൽ ഒരുമിച്ച് ചേർന്ന് ദൈവത്തോട് ചേർന്ന് കുടുംബജീവിതം നയിക്കുവാൻ തയ്യാറാകുന്നു എന്നുള്ള വലിയ പ്രതിജ്ഞയാണ് നിങ്ങൾ ഓരോ നിമിഷം എടുക്കുന്നത്. ആ പ്രതിജ്ഞയുടെയൊക്കെ ഓരോ ഭാഗമാണ് നിങ്ങൾ ആദ്യം കണ്ടപ്പോൾ മോതിരം പാടുക, അതിനുശേഷം പിന്നീട് നടക്കുന്നതായ ഭാഗമുണ്ട്, നിങ്ങളുടെ കരങ്ങളെ ബന്ധിപ്പിക്കുന്നതായ ഭാഗമുണ്ട്. കരങ്ങളെ ബന്ധിപ്പിക്കുന്നതായ ഭാഗം എന്ന് പറഞ്ഞാൽ ഏവൻഗേലിയന്റെ മുൻപാകെ എന്ന് പറഞ്ഞാൽ കർത്താവിന് മുൻപാകെ നിങ്ങൾ വലിയ പ്രതിജ്ഞ എടുക്കുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഞങ്ങളുടെ കുടുംബജീവിതം ഏറ്റവും ഭംഗിയായി നയിക്കാമെന്ന് പറയുന്നതായ അനുഭവം. അവിടെയാണ് നിങ്ങൾ ദൈവത്തിൻ്റെ പ്രതിജ്ഞ എന്നും പൂർണ്ണമായി വഹിക്കുന്നവരായി തീരുന്നത്. ലാസ്റ്റിൽ ചില പ്രബോധനങ്ങൾ നൽകുന്നത്. നിങ്ങൾ ദേവാലയത്തിൽ മുടങ്ങാതെ വരണം, പ്രാർത്ഥിക്കണം. ജീവിതത്തിൽ ഒത്തിരി പരീക്ഷകൾ വരും. പറയത്തില്ലേ, വ്യത്യസ്തമായ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുള്ളവരാണ് നിങ്ങൾ രണ്ടുപേരും. വ്യത്യസ്തമായ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും ഒരുമിച്ച് ചേർന്ന് നിങ്ങൾ കുടുംബജീവിതം നയിക്കാൻ വരുമ്പോൾ ചില സമയത്ത് പ്രയാസങ്ങൾ വരും. നല്ല തീരുമാനങ്ങൾ എന്ത് എന്നെടുക്കുവാൻ ചിന്തിക്കുവാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില പ്രയാസങ്ങൾ വരുമ്പോഴാണ് പറയത്തില്ലയോ ദൈവത്തിൻ്റെ മുൻപാകെ മുഴങ്കാലുകളെ മടക്കണം, പ്രാർത്ഥിക്കണം. അവിടെയാണ് നല്ല തീരുമാനങ്ങൾ നിങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് എടുക്കുവാൻ ദൈവം സഹായം നൽകുന്നത് എന്നുള്ള ഓർമ്മപ്പെടുന്നത്. പറയുന്നു, ഏദനിലാണ് ആദ്യത്തെ വിവാഹം.
ഏതെങ്കിലെ ആദ്യത്തെ വിവാഹത്തെ പോലെ തന്നെ അത്ര അനുഗ്രഹപ്രദമായ ഒരു വിവാഹമാണ് ഇവിടെ ഈ ദേവാലയത്തിൽ നടക്കുന്നത്. ആദ്യത്തെ വിവാഹം ഏതെനിൽ എന്ന് പറയുമ്പോൾ പോലും അതിൻ്റെ ഒരു സിംബോളിസമാണ് ദേവാലയത്തിൽ നടക്കുന്നതായ ഒരു വിശുദ്ധ വിവാഹം. വിശുദ്ധ വിവാഹം എന്ന് പറയുന്നത്, വിശുദ്ധ വിവാഹം എന്ന് പറയുമ്പോൾ തന്നെ ആ വിവാഹത്തെ നിങ്ങളുടെ ജീവിതത്തിൽ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കണമെന്നാണ് സഭ ആഗ്രഹിക്കുന്നത്. എല്ലാവരുടെയും ആഗ്രഹം അപ്രകാരമുള്ള ഒരു ക്രൈസ്തവ കുടുംബജീവിതം നയിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് നിങ്ങളുടെ അച്ഛന്മാരുടെ എല്ലാം നാമത്തിൽ കൂടി വന്നതായ വിശ്വാസ സമൂഹത്തിൻ്റെ നാമത്തിലുള്ള എല്ലാ ആശംസകളും നിങ്ങൾക്ക് ഈ സമയത്ത് നേരുകയും ചെയ്യാം. പൂർവവിശുദ്ധരെ വാഴ്ത്തിയ സർവേ
എന്നവരെ വാഴ്ത്തിയ സർവേശൻ എന്നവരെ വാഴ്ത്തിയ സർവേശൻ എന്നവരെ വാഴ്ത്തിയ സർവേശൻ എന്നവരെ വാഴ്ത്തിയ സർവേശൻ യോസേഫിനെ വാഴ്ത്തിയ സർവേശൻ രാജൻ ബലത്തിൽ സന്തോഷിക്കും ഹാലേലൂയ ഹാലേലൂയ തവ രക്ഷയിൽ അവരേറ്റം മോദിക്കും നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത മഹിമയെല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ഇരുന്നവരും ഇരിക്കുന്നവരും തലമുറ തലമുറയായ യഥാപ്രകാരം ഇരിക്കുന്നവരുമായ സ്വയംഭൂവും തന്റെ മാലാകമാ തന്റെ സിംഹാസനത്തിന് ചുറ്റും നിന്ന് തനിക്ക് വന്ദനം അണച്ചുകൊണ്ടിരിക്കുന്ന ആദിന്യമില്ലാത്ത വചനവും ധാരാളമായ തന്റെ കരുണ നിമിത്തം നമ്മുടെ എല്ലാവരുടെ മേലും കരുണ ചെയ്ത് തന്റെ അടുക്കലേക്ക് നമ്മുടെ വർഗത്തെ തിരിപ്പിച്ച മഹത്വാനും മഹോന്നതനും മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷങ്ങളുടെ കിരീടങ്ങളെ സൗജന്യം ചെയ്യുന്നവരുമായ തന്റെ ശ്രേഷ്ഠത്വത്തിന് സ്തുതി. തന്റെ അടിയാരുടെ കിരീടം വാഴ്വിന്റെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും വന്ദനവും തനിക്ക് യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. മാർക്കുമോർ സകല സ്വർഗീയ സൈന്യങ്ങളും ഭയത്തോടും വിറയലോടും കൂടെ നിന്നെ മഹത്വീകരിക്കുകയും അത്യുന്നതങ്ങൾ അഗ്നിമേന്മാർ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയെങ്കിൽ ഭ്രമിച്ച് ഇളകുകയും അവർണ്ണനീയമായ തന്റെ കരുണയുടെയും അപരിമേയമായ തന്റെ ദയയുടെയും ധാരാളതയാൽ എളിയവരായ ഞങ്ങളുടെ സ്തുതികൾ സന്തോഷിക്കുകയും ബലഹീനരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷയിൽ പ്രസാദിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠതയുടെ അധികാരത്തിന് കീഴിൽ വസിക്കുന്നവരും പ്രത്യേകമായി ഇവിടെ അടുത്തു വന്ന് നിന്റെ കരുണയുടെ നേരിലും നിന്റെ ദയയുടെ ചെറിയ കീഴിൽ അഭയം പ്രാപിച്ചിരിക്കുന്നവരുമായ നിന്റെ അടിയാരെ നീ വാഴ്ത്തണമേ. ഇവർ തങ്ങളുടെ സകല പ്രവൃത്തികളിലും ഉത്തമരായിരിക്കാൻ ഇവരെ നീ സുഖത്തോടെ രക്ഷിച്ച് സന്തോഷിപ്പിക്കണമേ. കർത്താവേ, ഇവരെ കാത്ത് സ്വർഗരാജ്യത്തിലേക്ക് നടത്തുന്ന നേർവഴി കൂടി ഓടുവാനും ആത്മീയ നൽവരങ്ങളിൽ പൂർണ്ണതയുള്ളവരാകുവാനും
ദേഹതകൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരം ചെയ്ത ആദായം ഉണ്ടാക്കുവാൻ ഇവർക്ക് കൃപ നൽകണമേ. കർത്താവേ, നിത്യജീവനെ സ്നേഹിക്കുന്നവരും പാപമരണമുള്ളവരും നടന്നിരിക്കുന്നവരുമാകുവാൻ ഇവർക്ക് നീ സംഗതിയാക്കണമേ. നിന്റെ പരിശുദ്ധതയുടെ പാർശ്വത്തേക്ക് അടുത്ത് വരുവാനും ശപിക്കപ്പെട്ട സാത്താന്റെ അടുമയിൽ നിന്ന് ഓടിപ്പോകുവാനും ഇവരുടെ ഹൃദയങ്ങളെ ഒന്നാക്കണമേ. നിന്റെ ആത്മീയ മുന്തിരിത്തോപ്പിൽ നീതിയുടെ വേലക്കാരും നിന്നോടുള്ള ഭയഭക്തിയുടെ തീക്ഷ്ണതയിലും നിന്റെ കൽപ്പനകളുടെ അനുഷ്ഠാനത്തിലും താല്പര്യമുള്ളവരുമാകുവാൻ ഞങ്ങൾക്ക് ഇവർക്ക് നീടയാക്കണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധന്മാരുടെ സംഘങ്ങൾക്ക് തുല്യരും അന്യോന്യം സ്നേഹിക്കുന്നവരും തിന്മപ്പെട്ടവനെ ദ്വേഷിക്കുന്നവരും നിന്റെ ദൈവത്വത്തിന് അനുസരണമുള്ളവരുമായിട്ട് ഞങ്ങളെ നീ ആക്കി തീർക്കണമേ. നിന്റെ സ്വർഗരാജ്യത്തിൽ ആനന്ദിപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ. നല്ലവനും മനുഷ്യരെ സ്നേഹിക്കുന്നവനും നീ ആകയാൽ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റുന്നു. ഓശോ പുത്രി നീയെ സുന്ദരി ബഹു സുന്ദരി ശ്രീമോൻരാജൻ തിരുസഭയാകുന്നു കട്ടകൾ നിൻ ആദരം പൊഴിക്കുന്നു. അംഗികൾ സുഗന്ധി നീ സാകുസുമം സുന്ദരി സഭയെ നിന്നിൽ മാലിന്യം ഇല്ലേതുമേ. മഷിഹാരാജൻ തൻ കുരിശാനിന്നെ കാത്തിടുന്നു. ഹല്ലേലൂയ ഓ ഹല്ലേലൂയ പാടുമോ. കാനാന നഗരത്തിലേക്ക് കല്യാണ വിരുന്നിന് ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ നല്ല വീഞ്ഞായി മാറ്റുകയും ചെയ്ത സത്യത്തിന്റെയും നീതിയുടെയും മണവാളനായി ഇപ്പോഴും മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവേ, നിന്റെ കൃപയാ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കൈക്കൊണ്ട് നിന്റെ വിശുദ്ധ മദ്ബഹായുടെ മുമ്പാകെ ഞങ്ങളുടെ കഴുതുകളെ വണക്കിയിരിക്കുന്ന ഈ നിന്റെ അടിയാരെ നീ വാഴ്ത്തണമേ. അനുഗ്രഹങ്ങളും കരുണയും നിറഞ്ഞിരിക്കുന്ന നിന്റെ വലം കൈ ഇവരുടെ മേൽ ആവസിപ്പിക്കണമേ. നിന്റെ ആത്മീയ മണവറയിൽ ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകളെ ആചരിക്കുകയും ചെയ്തിട്ടുള്ള വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന കല്യാണ വിരുന്നിന് ഞങ്ങളെയും ഇവരെ നീ യോഗ്യതയുള്ളവരാക്കണമേ. ഞങ്ങളും ഇവരും നിന്റെ വലതു ഭാഗത്ത് നിന്ന് നിന്റെ കരുണയെ കണ്ടുകൊണ്ട് നിനക്ക് സ്തുതിയും സ്തോത്രവും കരയേറ്റുമാറാകണമേ. ഓശോ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്നും സഹോദരനെ, നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ എല്ലാവരും വേണ്ടി എല്ലായ്പ്പോഴും പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിരിപ്പീൻ. മശിഹായുടെ സ്നേഹത്താൽ അന്യോന്യം കീഴ്പ്പെടുന്നവരായിരിപ്പീൻ. സ്ത്രീകളെ, നമ്മുടെ കർത്താവിന് എന്ന പോലെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിപ്പീൻ. എന്തുകൊണ്ടെന്നാൽ മശിഹ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം പുരുഷൻ സ്ത്രീയുടെ തലയാകുന്നു. സഭ മശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെട്ടിരിക്കണം. പുരുഷന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. മശിഹായും തന്റെ സഭയെ സ്നേഹിക്കുകയും ജലസ്നാനത്താലും വചനത്താലും അതിനെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കുവാനും മഹത്വമുള്ളതായും മാലിന്യവും കറയും ഇവയ്ക്ക് സമമായി യാതൊന്നും ഇല്ലാതെ വിശുദ്ധിയും നിഷ്കളങ്കയുമായും തനിക്ക് തന്നെ സഭയായി അതിനെ നിർത്തുവാനും അതിനുവേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തതുപോലെ തന്നെ ഇപ്രകാരം തങ്ങളുടെ ശരീരങ്ങളെ എന്ന പോലെ തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പാൻ പുരുഷന്മാർക്ക് ന്യായമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാം
സമാധാനവും ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോ. കന്യകമറിയാമിൽ ജഡമെടുത്ത് ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ നടപടിയുടെ കാലത്ത് സംഭവിച്ചു. തമ്പുരാൻ ഈ വചനങ്ങളെ പറഞ്ഞു തീർന്ന ശേഷം ഗലീലയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാന്റെ അക്കരെ യഹൂദയുടെ അതിർത്തിയിലേക്ക് എഴുന്നള്ളി വളരെ പുരുഷാരം അവന്റെ പിന്നാലെ ചെന്നു. അവിടെ വെച്ച് അവരെ താൻ സൗഖ്യമാക്കി. പരീശന്മാർ അവന്റെ അടുക്കൽ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് യാതൊരു കാരണത്താലെങ്കിലും ഒരുത്തൻ തന്റെ ഭാര്യയെ ഉപേക്ഷിപ്പാൻ ന്യായമാകുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോൾ താൻ അവരോട് ഉത്തരമായി അരുളി ചെയ്തത്, ആദിയിൽ സൃഷ്ടിച്ചവൻ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും ഇതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും തന്റെ മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കും, ഇരുവരും ഒരു ജഡമായി തീരും എന്ന് അരുളി ചെയ്തു എന്നുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല, ഒരു ശരീരമത്രേ. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും നിരപ്പും ഉണ്ടായിരിക്കട്ടെ. ഈ കിരീടങ്ങളും ഇവ വെക്കപ്പെടുന്നതായ തലകളും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ തിരുനാമത്തിൽ വാഴ്ത്തപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി മണവാളൻ ശിരസിന്മേൽ കഹന ചൂട്ടിടുന്നു.
നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ. നാശമില്ലാത്ത അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ. ശത്രുവിന്റെ സകല ശക്തിക്ക് നേരെ ൂറ്റുപോകാത്ത ആയുധം നിന്നെ ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിറങ്ങി മണവാട്ടി ശിരസിന്മേ കഹന ചൂട്ടിയിടുന്നു. Mensmayo soya honohe kal soyo klilo kohano soye barisho വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിറങ്ങി മണവാട്ടി ശിരസിന്മേ കഹന കിരീടത്താൽ നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ. നാശമില്ലാതെ ആഗ്രഹിക്കുന്ന അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി കരയേറ്റിയും കൊണ്ട് നിന്റെ ആയുഷ്കാലമൊക്കെയും സന്തോഷിക്കുമാറാകാം. ബർക്കുമാർ മനുഷ്യരുടെ ആയുസ്സിൽ പ്രിയമുള്ള കർത്താവ് നിങ്ങളുടെ ആയുസ്സിലും പ്രീതിപ്പെടുകയും നിങ്ങളുടെ കൂട്ടായ്മയെ വാഴ്ത്തുകയും ചെയ്യട്ടെ. സ്വർഗീയ മണവാളിനാകാശിക സത്യത്തിൻ്റെ മണവാഴ്മ കൊണ്ട് നിങ്ങളുടെ മണവാഴ്മയെ മുദ്രയിടട്ടെ. വിശിയാതന സഭയിൽ സന്തോഷത്തോടെ നിങ്ങളും അന്യോന്യം സന്തോഷിക്കണം. അനുഗ്രഹങ്ങളുടെ വലങ്കൈ നിങ്ങളുടെ മേൽ വന്ന് ആവശ്യിച്ച് സകലപുത്രവും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനത്തിന് മാലാഖ നിങ്ങളോടുകൂടെ ഇരുന്ന് ആകൽ കറുസായുടെ വഞ്ചനയിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. കൊല്ലുന്നതായ അസൂയിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. അന്യോന്യം നിങ്ങളെ താൻ സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ചതുപോലെ നിങ്ങളും അവരിൽ സന്തോഷിപ്പാനിടയാകട്ടെ. സന്തോഷിപ്പാനായിട്ട് കർത്താവ് നീതിയുള്ള മക്കളെ നിങ്ങൾക്ക് നൽകട്ടെ. ദൈവൻ നോഹനെയും അവൻ്റെ മക്കളെയും അനുഗ്രഹിച്ച ആ അനുഗ്രഹം നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും അനുഗ്രഹിച്ച അനുഗ്രഹവും നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവാകാശത്തു നിന്ന് മഞ്ഞും ഭൂമി പുറപ്പെടുവിക്കുന്ന സകല നന്മകളും നിങ്ങൾക്ക് നൽകട്ടെ. യാക്കോബ് അവൻ്റെ പുത്രനായ യോസേഫിനെ വാഴ്ത്തി നിന്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ വാഴ്വും നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും തൻ്റെ തിരുവിഷ്ടത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളുടെ മേലും ഇന്ന് ബഹുമാനപ്പെട്ട പട്ടക്കാരൻ്റെ കൈകളാൽ നിങ്ങളുടെ തലകളിൽ വയ്ക്കപ്പെട്ട കിരീടങ്ങൾ മേലും വസിക്കട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ സകല ജാതികളും സന്തോഷിച്ച് പാടട്ടെ. ദൈവ ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പത്തുകൾ കൊണ്ടും സകല സൗഭാഗ്യങ്ങൾ കൊണ്ടും നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തുമാറാകട്ടെ. അപ്പാവിനിയായ സ്ത്രീയുടെ പാപങ്ങൾ പരിഹരിച്ചതുപോലെ
നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും പരിഹരിക്കപ്പെടുമാറാകട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശികളായി ഭവിക്കട്ടെ. ഇസ്രായേലിൽ നിന്ന് പുറപ്പെടുവിച്ച ആവണവാട്ടിയുമായി ഉടമ്പടി ചെയ്യുവാൻ സീനായി പർവ്വതത്തിൽ ഇറങ്ങിയ അത്യുന്നതൻ നിങ്ങളെയും നമ്മുടെ സർവ്വസംഘത്തെയും വാഴ്ത്തുമാറാകട്ടെ. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥന നാം സ്തുതികരേറ്റുകയും ചെയ്യണം. ഓശോ അപ്കൂല സുബാനവൽമേ ദേവാസുധനെ വലങ്കൈ നീട്ടി വാഴ്ത്തി ദേവേ മണവാളനെയും മണവാട്ടിയെയും ശിരസിൽ മുടിയേറി വാഴ്ത്തുകളാക ദമ്പതികളെയും അവരാ നാമത്തിൽ വാഴ്ത്തുക ഇവരെ ജീവിതകാലം വെളിവിൻ ലോകേ ജനവും എന്നേക്കും വാഴ്ത്തപ്പെടണം. വാഴ്ത്തിടണമേ ഇഹ പരലോകം വാഴ്വാനിവരെ വാഴ്ത്തിടുക നീ അടിയാർ വാഴ്ക്കലിൻ സ്തുതിയെ നാദാമി. വാഴ്ത്തിടുകമേ നഗരാൽ നിന്നെ വന്ദനം ചെയ്തിടുവാൻ. എൻ്റെ വാത്സല്യമുള്ള സഹോദരനെ, നാം എല്ലാവരും ഇന്ന് ദൈവത്തിൻ്റെ ഭവനത്തിൽ നിൽക്കുന്നതായ സമയത്ത് വിശ്വാസികളെ കരുതലപ്പെടുത്തണമെന്ന് നമ്മുടെ വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം കൈക്കൊണ്ടിട്ടുള്ളതും നമ്മുടെ പൂർവികന്മാർ നമ്മെ ഭരമേൽപ്പിച്ചതുമായ ഒരു പതിവ് നമുക്കുണ്ട്. നമ്മുടെ മുൻപാകെ നിൽക്കുന്നവരോട് അവർ സത്യത്തിലും നീതിയിലും നല്ല പ്രവൃത്തികളിലും താല്പര്യമുള്ളവരും സൽക്രിയകളിൽ ജാഗ്രതയുള്ളവരുമായിരുവാൻ വീണ്ടും നാം ഉറപ്പായി കൽപ്പിക്കണം. ഇപ്പോൾ ഞങ്ങളുടെ മക്കളെ ദൈവത്തിന് മുൻപാകെയും നമ്മുടെ കർത്താവ് യേശുമശിഹായുടെ സിംഹാസനമാകുന്ന ജീവന്റെ മേശയുടെ മുൻപാകെയും സ്ലീബായുടെ മുൻപാകെയും വിശുദ്ധ ഏവൻഗേലിയോന്റെ മുൻപാകെയും ഈ യോഗത്തിന് മുൻപാകെയും ഹൃദയവിചാരങ്ങളെ അറിയാത്തതിന് മുൻപാകെയല്ല അറിയുന്നതിന് മുൻപാകെ അത്രയും നിൽക്കുന്നതെന്ന് കരുതിക്കൊള്ളുകയും. ഇതാ ഇന്നു മുതൽ നിങ്ങളെ തമ്മിൽ ഞങ്ങൾ ചേർത്തിരിക്കുന്നു. ദൈവം എനിക്കും നിങ്ങൾക്കുമിടയിൽ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്നതായ സകലത്തിൽ നിന്നും ഞാൻ കുറ്റമില്ലാത്തവനായിരിക്കും. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും പട്ടക്കാരുടെ മേലും ശമാശന്മാരുടെ മേലും വിശ്വാസമുള്ള ജനത്തിന്മേലും മണവാളന്റെ മേലും മണവാട്ടിയുടെ മേലും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരുടെ മേലും ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരുടെ മേലും അവസരിച്ച് വ്യാപരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് യേശു മശീഹായുടെ വലങ്കൈ എല്ലായ്പ്പോഴും ഇവിടെ മേൽ പാർക്കുകയും ചെയ്യട്ടെ. വിശ്വാസികളെ, നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയുമായുള്ള ബന്ധം ഏത് വിധത്തിൽ ഇരിപ്പാൻ ന്യായമാകുന്നുവെന്ന് ഓരോരുത്തരും സൂക്ഷിച്ചു കൊള്ളണമെന്നുള്ള ഈ കൽപ്പന
നിങ്ങളോട് എല്ലാവരോടും ആകുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുകയും. എന്തുകൊണ്ടെന്നാൽ ഇവളുടെ ചാർച്ചക്കാരെ വിട്ടുപിരിഞ്ഞ് ഇവളുടെ ഭർത്താവിനോട് ഒന്നിച്ചിരിക്കുന്നു. അതിനാൽ അവനെയും അവളെ പ്രസാദിപ്പിച്ച് അവളോട് ദയവായി വർത്തിക്കണം. അവൻ വസ്ത്രമില്ലാത്തവനായിരുന്നാലും അവളെ വസ്ത്രം ധരിപ്പിക്കുമാറാകണം. അവൻ വിശന്നിരിക്കേണ്ടി വന്നാലും അവൾക്ക് ആഹാരം കൊടുക്കണം. അവൻ ദാഹിച്ചിരിക്കേണ്ടി വന്നാലും അവൾക്ക് കുടിപ്പാൻ കൊടുക്കണം. അവൻ അവളോട് ഏതു പ്രകാരം വർത്തിക്കണമോ അതുപോലെ അവളും അവനോട് വർത്തിക്കുകയും യോഗ്യമാമണ്ണം അവനെ ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടത് ന്യായമാകുന്നുവല്ലോ. അവൾ സകലത്തിലും സ്നേഹത്തോടും പ്രേമത്തോടും അവനോട് വർത്തിക്കുകയും വേണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളുടെ മേലും നിങ്ങളുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഇന്നു മുതൽ കർത്താവ് നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാരായി സംയോജിപ്പിക്കുന്നു. ക്രിസ്തീയ കുടുംബജീവിതം ഒരു വലിയ ചുമതലയും വലിയ പദവിയും അത്രേ. തമ്മിൽ വഹിക്കുകയും ക്ഷമിക്കുകയും പരസ്പര ധാരണ ഉണ്ടാക്കുന്നതിനായി ശ്രമിക്കുകയും ചെയ്യേണ്ടുന്നത് കുടുംബജീവിതം വിജയകരമാക്കുന്നതിന് ആവശ്യമാണ്. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നവരും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരുമായിരിക്കണം. ദരിദ്രരെയും പരദേശികളെയും ബുദ്ധിമുട്ടിലിരിക്കുന്നവരെയും നിങ്ങൾ സഹായിക്കുന്നവരും ആയിരിക്കണം. തിരുവചന ധ്യാനത്തിലും കുടുംബ പ്രാർത്ഥനയിലും നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം. ഇതാ മഞ്ഞക്കാല മാർത്തോമാ ദേവാലയം നിങ്ങൾക്കിപ്പോൾ സമ്മാനമായി വിശുദ്ധ വേദപുസ്തകത്തെ നൽകുന്നു. നിങ്ങൾ ഒരുമിച്ച് ക്രമമായി പള്ളി ആരാധനയിൽ സംബന്ധിക്കുകയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യണം. പണം, സമയം, കഴിവ് ഇവയെ നിങ്ങൾ ദൈവത്തിൻ്റെ ഗൃഹവിചാരകർ എന്ന് മനസ്സിലാക്കി വരുമാനത്തിൻ്റെ ഒരംശം വേർതിരിച്ച് ദാനധർമ്മത്തിനും സഭയുടെ സുവിശേഷ വേലയ്ക്കുമായി ഉപയോഗിക്കണം. ദൈവം നിങ്ങൾക്ക് മക്കളെ നൽകുമ്പോൾ അവരെ ദൈവഭക്തിയിലും നീതിബോധത്തിലും സഭാസ്നേഹത്തിലും വളർത്തണം. ഇപ്രകാരമുള്ള ക്രിസ്തീയ കുടുംബജീവിതം അനുഭവിക്കുവാൻ ദൈവം തമ്പുരാൻ നിങ്ങളെ സഹായിക്കട്ടെ. ആകാശവും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷ ഞങ്ങളോട് കൂടി ഒരുങ്ങി വന്ന് സംബന്ധിച്ചിട്ടുള്ള നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരുമായ ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. Talk to God about you, and I ain't even met you yet. Everybody's waiting on you here. I can't wait to feel your heartbeat when I lay you on my chest. I'm already holding back my tears. I wanna be the dad that my dad was. I hope that this whole thing up. I pray you love like your mama, you forgive just like she does. And when this life knocks you down, I hope you get down on your knees, 'cause that's what I do. That's what I do when I pray. Take your time and take the time to call back home. It ain't always gonna be easy, it ain't always gonna be fair. I know you ain't always gonna need me, but I promise that I'll always be there. I pray you love like your mama, you forgive just like she does. You down, I hope you get down on your knees, 'cause that's what I do. That's what I do when I pray for you. Oh, I pray for you. I talk to God about you when everything around me breaks. I look up and hear him say,
മനുഷ്യനെ സ്ഥാപിക്കുകയും ഇന്ന് പരിശുദ്ധ കുദാശയുടെ അനുഭവത്തിലൂടെ ഈ മക്കളെ കുടുംബജീവിത അനുഭവത്തിനായി ഇവിടുന്ന് ഒരുക്കുകയും ലഭിക്കേണ്ടത് ശ്രമിക്കുന്നത് സ്വാഗതം ചെയ്യുന്നു. ഒരു പരസ്പര ബന്ധവും ചേർച്ചയും തിരുനാമകത്തിനും നീതിയുടെ പരിപാലനത്തിനുമായി തീരുമാനമുണ്ടാക്കണമേ. കർത്താവെ, ഇവിടെ അനുഗ്രഹീതമായ ഭാവികളുടെ നിയമപ്പെടുത്തുവാൻ രഹിതരെ അവിടെ ശക്തിപ്പെടുത്തണമേ. ഈ വിരുദ്ധരായി ക്ഷണിക്കപ്പെട്ടവരും ക്ഷണിച്ചവരും പൊതുവെ സമാധാനമാകണം. എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അഭിമാനങ്ങളെ കൂടിയിരിക്കുന്നു. എന്നാൽ എനിക്ക് നൽകിയിട്ടുള്ള ഈ ഭക്ഷണ പദാർത്ഥങ്ങളെ പ്രധാന ക്രമീകരിക്കാൻ വേണ്ടി അധ്വാനിച്ചു വരുന്നവരെന്ന് നമ്മുടെ എല്ലാ വാങ്ങിപ്പേരും കൊണ്ട് വലിയ ആശ്വസിക്കുന്നു. സാഹോദരനാമത്തിലെ തന്നെ is the fusion of two birds, a harmony of two souls, and the union of two families. It is an eternal commitment to people made to believe in and understand each other, and truly love one another. Good afternoon, ladies and gentlemen, friends and loved ones. Welcome to the most joyful day of our handsome groom, Jojo Joy, and gorgeous bride, Anu James. Today calls for a grand celebration, and it is my distinct pleasure to introduce to you, for the very first time, Jojo and Anu as husband and wife. I am sure many of you know Jojo and Anu personally. For those who don't, here is a bit of quick info. Our handsome groom, Mr. Jojo Joy, son of Mr. and Mrs. Joy Abraham. He is also blessed with a sister, Zobi Aziz, and brother-in-law, Aziz Workis, and their lovely son and daughter, Zuban and Rekha. Nextly, our gorgeous bride, Miss Anu James, daughter of Mr. and Mrs. T.J. James. She has an elder sister, Jinsi James, brother-in-law, Nitin Workis. കുടുംബമാണ് പേരുപെട്ട കുടുംബം. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാര് 7 അപ്പച്ചന്മാരും ഒരു പിതാവിന്റെ കൊച്ചുമകനായി വളർന്ന ഇന്ന് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ജോജോ ജോയ് കുടുംബയോഗത്തിൽ ഈ ജോജോ ജോയിയെ പറ്റി പറയുകയാണെങ്കിൽ കുടുംബയോഗത്തിന്റെ പ്രവർത്തനങ്ങൾ ആദ്യം മുതലേ കുഞ്ഞുനാൾ മുതലേ സജീവ പ്രവർത്തനത്തിലും എല്ലാവിധമായ യോഗങ്ങളിലും പ്രാർത്ഥനാ യോഗങ്ങളിലും പരിപാടികളിലും ഒക്കെ പങ്കെടുത്ത് എല്ലാവരുമായി സൗഹൃദത്തിലും നല്ല മാതൃകയായി ജനിച്ച ഇന്ന് കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വളരെയധികം സന്തോഷിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും എല്ലാവിധമായ മംഗള ആശംസകൾ നേരുന്നു. കൂടാതെ നമുക്ക് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു അംഗത്തെ കൂടെ കിട്ടിയിരിക്കുകയാണ്. അനു ജോജോ ആ മോളെയും വളരെയധികം സ്നേഹത്തോടെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഇന്ന് സ്വാഗതം ചെയ്യുന്നു. രണ്ടുപേർക്കും കുടുംബയോഗത്തിലെ എല്ലാ അംഗങ്ങളുടെ പേരിലുള്ള മംഗള ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഇന്ന് കുടുംബയോഗത്തിലെ ഒരു പ്രസന്റേഷൻ ഇവിടെ രണ്ടുപേർക്കും കൈമാറുന്നതാണ്. ദയവായി അത് സ്വീകരിച്ചാലും. ഫാമിലി യൂത്ത് മൂവ്മെന്റ് മുൻകാല വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഞങ്ങളുടെ പ്രിയ ജോജോ. നവദമ്പതികളായ ജോജോയ്ക്കും അനുവിനും എല്ലാവിധമായ വിവാഹ മംഗളാശംസകളും പെരുമ്പുല്ലൂർ ഫാമിലി യൂത്ത് മൂവ്മെന്റ് പേരിൽ അറിയിക്കുകയും ഒരു ചെറിയ പാരിതോഷികം നൽകുകയും ചെയ്യും.
gather in this place today. Holy Spirit, come and have your way. Have your way. As we lay aside our own desires, sweep across our hearts with holy fire. Oh, have your way. This is your house, your home. We welcome you, Lord, we welcome you. This is your house, your home. We welcome you today. As we offer up our hearts and lives, let them be a living sacrifice. Oh, have your way. Be glorified in everything we do. Be glorified in everything we say. Oh, have your way. This is your house, your home. We welcome you, Lord, we welcome. The wind in your hair, the ocean in your eyes, the touch of your skin when I hold you against mine, the sound of your voice in harmony with mine, this magic we feel can happen all the time. We'll run this race as fast as we can, over and over, your hand in my hand, as we face forever and give love a chance. I'll show you again and again. It's been you, it's always been you. It's been